ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1-ാമത്തെ അധ്യായം 62-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞു. അടുത്ത ശ്ലോകം 63-ാമത്തേത് ശ്രീ ഭക്തിരുവാച എന്ന് തുടങ്ങുന്നതാണ്. പാരായണം ചെയ്യാം. ശ്രീ ഭക്തിരുവാച കഥം പരീക്ഷിതാ രാജ്ഞാ സ്ഥാപിതോ ഹ്യശുചി കലിഃ പ്രവൃത്തിതു കലൗ സർവസാരകുത്ര ഗതോ മഹാൻ. ഭക്തി ഉണർത്തിക്കുകയാണ് ഇപ്രകാരം: പരീക്ഷിതാ രാജ്ഞ, പരീക്ഷിത് രാജാവിനാൽ, അശുചിഹി കലിഹി, ഇങ്ങനെ അശുചിഹി പറഞ്ഞാൽ മലിന സ്വരൂപനായ, അതായത് ശുചിയില്ലാത്തവനായ, ധർമ്മബോധമില്ലാത്തവനായ കലി കഥം സ്ഥാപിത, ഇത്രയേറെ ദോഷങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? കലൗ പ്രവൃത്തേതു, കലി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ, മഹാൻ സർവസാരഹ കുത്രഗതഃ, മഹത്തായ ആ സാരം എന്ന് പറയുന്ന സർവസാരം എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോ കലി ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ സർവ വസ്തുക്കളുടെയും സാരം നഷ്ടപ്പെട്ടു എന്ന് ചർച്ച ചെയ്തു. ആ സാരത്തിന് ആധാരമായിരിക്കുന്ന വസ്തുക്കളൊന്നും കാണുന്നില്ല. അപ്പോ പിന്നെ കലി എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ചോദിച്ചത്. അടുത്ത ശ്ലോകം വായിക്കാം. 64-ാമത്തെ ശ്ലോകം. കരുണാപരേണ ഹരിണാപ്യധർമ്മ കഥമീക്ഷ്യതേ ഇമം മേ സംശയം ഛിന്തി ത്വദ്വാചാ സുഖിതാസ്മ്യഹം. കരുണാപരേണ ഹരിണ അപി, കാരുണ്യവാരിധിയായ ശ്രീഹരിയാലും, അധർമ്മഃ കഥമീക്ഷ്യതേ, അധർമ്മം എങ്ങനെ നോക്കിക്കൊണ്ടു നിൽക്കുന്നു? അതായത് ഭഗവാൻ എങ്ങനെയാണ് ഈ അധർമ്മത്തെ സഹിക്കുന്നത്? അധർമ്മം വർദ്ധിച്ചു വരുന്നില്ലേ? ധർമ്മം ക്ഷയിച്ചു പോകുന്നു. എങ്ങനെ ഭഗവാൻ ഈ അധർമ്മത്തെ സഹിക്കുന്നു? ഇമം മേ സംശയം, ഇപ്രകാരമുള്ള എൻ്റെ സംശയത്തെ ഛിന്തി, ഛേദിച്ചാലും. ത്വദ്വാച അഹം സുഖിത അസ്മി, നാരദ മഹർഷിയോട് ഭക്തി പറയുകയാണ്, അങ്ങയുടെ വാക്കുകളാൽ അല്ലെങ്കിൽ അങ്ങയുമായി സംസാരിച്ചത് കൊണ്ട് ഞാൻ ഇത്തിരി സുഖമുള്ളവളായി ഇരിക്കുന്നു, എനിക്കിത്തിരി ആശ്വാസമുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ നാരദ മഹർഷി എന്താ മറുപടി പറഞ്ഞെന്ന് നോക്കാം. 65-ാമത്തെ ശ്ലോകം. നാരദ ഉവാച യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമദ ശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി. ഹേ ബാലേ, അല്ലയോ കുഞ്ഞേ എന്ന് നാം വിളിക്കില്ലേ സ്നേഹപൂർവം, അങ്ങനെ വിളിക്കാണ്. ത്വയാ, നിന്നാൽ എന്ത് ചോദിക്കപ്പെട്ടു അതിന് ഞാൻ ഉത്തരം പറയാം. പ്രേമത ശ്രവണം ഗുരു, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ശ്രദ്ധ സത്സംഗത്തിന് ഏറ്റവും അവശ്യമായ ഘടകമാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ഭഗവത്ഗീത തന്നെ ഉദ്ഘോഷിക്കുന്നത്. ശ്രദ്ധയുള്ളയാള് ജ്ഞാനം നേടും. ശ്രദ്ധ ഗുരു വേദാന്തവാക്യാദിഷു വിശ്വാസ ശ്രദ്ധ. ഗുരു പറഞ്ഞു തരുന്നത് എന്തോ അതിൽ ഉറച്ച വിശ്വാസം, വേദങ്ങളിലുള്ള വിശ്വാസം, ഇതൊക്കെ തന്നെയാണ് ശ്രദ്ധ. ആ ശ്രദ്ധ ഏവർക്കും അനിവാര്യമാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കൂ എന്ന് പറയുന്നത്. സർവം വക്ഷ്യാമി, നിനക്ക് വേണ്ടി ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഹേ ഭദ്രേ, അല്ലയോ മംഗളസ്വരൂപേ, അതുകൊണ്ട് എന്തുണ്ടാവും? തേ കശ്മലം ഗമിഷ്യതി, ഇത് കേൾക്കുന്നത് കൊണ്ട് നിന്റെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങൾക്കും ശാന്തി ഉണ്ടായി വരും. അടുത്ത ശ്ലോകം വായിക്കാം. 66-ാമത്തെ ശ്ലോകം. യദാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം ത്യക്ത്വാ സ്വപദം ഗതഃ തദ്ദിനാത് കലിരായാതഃ സർവസാധന ബാധകഃ. ഭഗവാൻ മുകുന്ദഃ, ഭഗം ഉള്ളയാള് ഭഗവാൻ, നാം എപ്പോഴും ചർച്ച ചെയ്യുന്നത്. ആ 6 ഗുണങ്ങളുടെ കൂട്ടത്തിനാണ് ഭഗം എന്ന് പറയുന്നത്.
സമഗ്രമായ ഐശ്വര്യം, വീര്യം, ശ്രീ, കീർത്തി, ജ്ഞാനം, വൈരാഗ്യം. ആ ഗുണങ്ങൾ സമ്പൂർണമായി ആരിൽ കാണപ്പെടുന്നു? ആ ആൾ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി. മുകുന്ദഹ മുക്തിം ദദാതി ഇതി മുകുന്ദഹ, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവൻ മുകുന്ദൻ. അങ്ങനെയുള്ള ഭഗവാൻ ക്ഷ്മാം ത്യക്ത്വ, ഭൂമിയെ ഉപേക്ഷിച്ചിട്ട് സ്വപദം യഥാഗതഃ, തന്റെ സ്ഥാനത്തേക്ക് എപ്പോൾ പോയോ, തദ്ദിനാത്, ആ ദിനം മുതൽ സാധന ബാധകഃ, സർവസാധന ബാധകഃ, എല്ലാ സാധനങ്ങളെയും നശിപ്പിക്കുന്ന കലിഹി ആയാതഃ, കലി ആഗതനായിരിക്കുന്നു. അപ്പോ കലിയുടെ ആ ഒരു സ്വഭാവം എന്താണ്? എല്ലാറ്റിലും അധർമ്മത്തെ വ്യാപരിപ്പിച്ച് എല്ലാറ്റിനെയും നശിപ്പിക്കുക, അത് തന്നെയാണ്. അടുത്ത ശ്ലോകം വായിക്കട്ടെ. ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞാ ദീനവച്ഛരണം ഗതഃ ന മയാ മാരണീയോയം സാരംഗ ഇവ സാരഭുക്ക്. രാജ്ഞ, രാജാവിനാൽ, ദിഗ്വിജയെ, ദിഗ്വിജയത്തില്, അതായത് പരീക്ഷിത് രാജാവ് ദിഗ്വിജയത്തിന് പുറപ്പെട്ട സമയത്ത് ദൃഷ്ടഃ, ദർശിക്കപ്പെട്ടവനും, ദീനവത്ത് ശരണം ഗതഃ, ദീനൻ എന്ന പോലെ ശരണം പ്രാപിച്ചവനും. പരീക്ഷിത് രാജാവ് ദിഗ്വിജയത്തിന് പുറപ്പെടുമ്പോൾ കലിയെ കണ്ടു, കലിയെ വധിക്കുവാൻ തന്നെ ഒരുങ്ങി. അപ്പോ ദീനനെ പോലെ പാദം പിടിച്ചു. ശരണം പ്രാപിച്ചവരെ ഉപേക്ഷിക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ അദ്ദേഹം ആ കലിക്ക് അഭയം കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പൊ എന്താ ഉണ്ടായത്? ശ്രദ്ധിച്ചു. എന്താണ്? സാരംഗഹ ഇവ സാരഭുക്ക്, സാരംഗം ഭ്രമരം, വണ്ട്, അതിനെ പോലെ സാരത്തെ ഭുജിക്കുന്ന ഒരു വണ്ട് ഒരു പുഷ്പത്തിൽ നിന്ന് തേനിനെ തന്നെയാണ് സ്വീകരിക്കുക, മറ്റൊന്നും നോക്കുന്നതേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആ സാരഭുക്ക് അയം ഇവൻ മയ ന മാരണീയഃ, എന്നാൽ ഹനിക്കപ്പെടുവാൻ യോഗ്യനല്ല. ഇത്രയൊക്കെ ഉപദ്രവകാരിയാണെങ്കിലും ഒരൽപ്പം നന്മ ഇവനിലുണ്ട്, അത് നാം പരിഗണിക്കുക തന്നെ വേണം എന്ന് ചിന്തിച്ചുകൊണ്ട്, മഹത്തായ ഒരു ഗുണമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് സംഹരിക്കാതെ കലിയെ അദ്ദേഹം വിട്ടുകളഞ്ഞു. അടുത്ത ശ്ലോകം വായിക്കട്ടെ. യത്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന തത്ഫലം ലഭതേ സമ്യക് കലൗ കേശവ കീർത്തനാത്. അപ്പോ കലിയുടെ ഒരു മഹത്തായ ഗുണം കണ്ടറിഞ്ഞിട്ടാണല്ലോ പരീക്ഷിത് ഉപേക്ഷിച്ചത്. അതിനെയാണ് ഇവിടെ പറയുന്നത്. തപസ, തപസ്സുകൊണ്ടും, യോഗേന, യോഗം കൊണ്ടും, സമാധിന, സമാധി കൊണ്ടും, യഥ ഫലം നാസ്തി, യാതൊരു വിധമായ ഫലമില്ലയോ. തത് ഫലം, ആ ഒരു ഫലം, കലൗ, കലികാലത്ത്, കേശവ കീർത്തനാഥ ലഭതേ, കേശവ കീർത്തനത്തിൽ നിന്ന് ലഭതേ, ലഭിക്കുന്നു. അപ്പോ എന്താണ് കലിയിൽ കണ്ടതായ ഗുണാംശം എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. തപസ്, യോഗം, സമാധി എന്നിവ കൊണ്ട് ലഭിക്കാത്തതായ പരമമായ ഫലം കലികാലത്ത് ഭഗവാനിലുള്ള നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം ലഭിക്കുന്നു, ജനങ്ങൾക്ക്, ലോകർക്ക് ലഭിക്കുന്നു. അപ്പോ മറ്റുള്ളതെല്ലാം ഇത്തിരി ദുഷ്കരമാണ്. പക്ഷെ നാമസങ്കീർത്തനം യാതൊരു ശ്രമവും ഇല്ലാണ്ട് സദാ സർവത്ര എപ്പോ വേണേലും സാധിക്കുന്നതാണ്. മനസ്സുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുവാൻ സാധിക്കും, എവിടെ ഇരുന്നാലും സാധിക്കും. അപ്പോൾ അങ്ങനെയൊരു പുരുഷാർത്ഥത്തെ, പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ ഈ നാമസങ്കീർത്തനത്തിലൂടെ നേടുവാൻ സാധിക്കും എന്നൊരു ഗുണമാണ് ഈ കലിയിൽ രാജാവ് കണ്ടത്. 69-ാമത്തെ ശ്ലോകം. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത്സാരനീരസം വിഷ്ണുരാധസ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. ഏകാകാരം, അതായത് ഏകമായ ആകാരത്തോട് കൂടിയത്, ഗുണത്തോട് കൂടിയതും, സാരനീരസം, സാരത്തിന് നീരസത്തെ ജനിപ്പിക്കുന്നതുമായ കലിം, കലിയെ, സാരവത്ത് വിഷ്ണുരാധ, സാരഗ്രാഹിയായിരിക്കുന്ന പരീക്ഷിത് രാജാവ്, ദൃഷ്ട്വ, കണ്ടിട്ട്,
കലിജാനാം സുഖായ, കലികാലത്ത് ജനിക്കുന്നവരുടെ സുഖത്തിനായിക്കൊണ്ട് സ്ഥാപിതവാൻ, സ്ഥാപിച്ചു. കലികാലത്ത് ഭാരതഭൂവിൽ ജന്മം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഏറെ പുണ്യമാണ്. അതും മനുഷ്യജന്മം തന്നെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ജന്മാന്തരേ ഭവേത് പുണ്യം എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത്, അധർമ്മം ഇത്ര കണ്ട് വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് കലിയെ എങ്ങനെ സന്തരണം ചെയ്യാം? നിത്യമായ നാമജപത്തിലൂടെ കലിയെ സന്തരണം ചെയ്യാം എന്നാണ് ഇവിടെ ആ പരീക്ഷിത രാജാവ് കണ്ടപ്പോ കലിയെ സ്ഥാപിച്ചു എന്നാണ് ഇവിടെ വർണ്ണിച്ചത്. അടുത്ത ശ്ലോകം വായിക്കട്ടെ. കുകർമാചരണാത്സാര സർവതോ നിർഗതോധുനാ പദാർത്ഥാ സംസ്ഥിതാ ഭൂമോ ബീജഹീനാസ്തുഷായഥാ. കുകർമാചരണാത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം അറിയാം. കുൽസിതമായ കർമ്മങ്ങളുടെ ആചരണം ഹേതുവായിട്ട്, ധാർമ്മികമല്ലാത്ത കർമ്മങ്ങളുടെ ആചരണം നിമിത്തം സർവതഃ എല്ലാറ്റിൽ നിന്നും അധുന ഇപ്പോൾ സാരഹ നിർഗതഃ സാരം നഷ്ടമായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു സാരം. ഭൂമൗ ഈ ഭൂമിയില് പദാർത്ഥാഹ പദാർത്ഥങ്ങൾ പിന്നെ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ബീജഹീനാഹ തുഷാഹ യഥാ ബീജമില്ലാത്ത, അതായത് മണിയില്ലാതിരിക്കുന്ന ആ തുഷാഹ ഉമി എന്ന പോലെ. ഒരു നെല്ലെടുക്കുക, അതിന്റെ സാരം എന്ന് പറയുന്നത് ആ നെന്മണിയാണ്. പതിര് എന്ന് പറയുന്നത് ഉമിയാണ് അല്ലെ, പുറമേ ഉള്ളത്. അപ്പൊ അങ്ങനെ സാരമില്ലാതെ സംസ്ഥിതാഹ ഇപ്പോൾ കാണപ്പെടുന്നു. അപ്പൊ എല്ലാം നിസ്സാരങ്ങളായി തീർന്നിരിക്കുന്നു, സാരം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതാണ് കലിയുടെ ദോഷം. 71 ശ്ലോകം. വിപ്രൈർഭാഗവതീ വാർത്താ ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തതോ ഗതഃ. വിപ്രൈഹി ബ്രാഹ്മണരാൽ, അറിവുള്ളവരാൽ, കണലോഭേന ഇത്തിരി അല്പമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹത്തിനായിക്കൊണ്ട്, ഗേഹേ ഗേഹേ വീടുകൾ തോറും, ജനേ ജനേ ജനങ്ങൾ തോറും, ഭാഗവതീ വാർത്ത ഭഗവത് കഥ കാരിത ചെയ്യിപ്പിക്കപ്പെടുന്നു. തതഃ കഥാസാരഃ ഗതഃ അതുകൊണ്ട് കഥാസാരം, മഹത്തായ കഥാസാരം നിഷ്ഫലമായി ഭവിച്ചു. അപ്പോൾ എല്ലാ കർമ്മങ്ങളും സാരമില്ലാത്തതായി തീർന്നു എന്ന് പറഞ്ഞതിനെ സ്പഷ്ടമാക്കുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ചെയ്യുന്നത്. ബ്രാഹ്മണര്, അതായത് അറിവുള്ള ജനങ്ങള് അല്പലാഭത്തിനു വേണ്ടിയിട്ട് ഓരോ ഗൃഹത്തിലും പ്രവേശിച്ച് ഓരോരുത്തർക്കും ഭാഗവതം കേൾപ്പിക്കുന്നു. കേൾക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് കേൾപ്പിക്കുക, അത് നന്ന്. ആഗ്രഹമില്ലാത്തവരെയും നിർബന്ധിച്ച് ഒരുപക്ഷെ എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നു. അപ്പോ അതിൻ്റെ ഒരു സാരത്തിനുള്ള ഭംഗി, അല്ലെങ്കിൽ ആ സാരധർമ്മം എന്തോ അത് നിഷ്ഫലമായിരിക്കുന്നു എന്നാണ് ഇവിടെ വർണ്ണിച്ചത്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഭക്തജനങ്ങള് ഏവരും അവരവരുടെ ഗൃഹത്തിലിരുന്ന് ശ്രീമദ് ഭാഗവതം ഓരോ ശ്ലോകങ്ങളായിട്ട് വായിച്ചു നോക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും, ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ പേരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒക്കെ ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.